എല്ലാവർക്കും നമസ്കാരം. ഞാനങ്ങനെ റിയാക്ഷൻ വീഡിയോകളും കാര്യങ്ങളൊന്നും ആയിട്ട് വരാറില്ലാത്തതാണ്. പക്ഷേ ഈ അടുത്ത് നടന്ന ഒരു സംഭവം മനസ്സിനെ ആകെ അസ്വസ്ഥപ്പെടുത്തുകയുണ്ടായി. നമുക്കറിയാം, ഇന്ന് പാകിസ്ഥാൻ മാധ്യമങ്ങളാകെ ഇന്ത്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ കുറച്ച് മലയാളികൾ, കേരളക്കാർ, പൊട്ടന്മാർ, ദുബായിൽ ജീവിക്കുന്നവർ, അവരുടെ ഒരു കുസാറ്റ് യൂണിവേഴ്സിറ്റി ബിടെക് അസോസിയേഷൻ്റെ ആൾക്കാർ ഷാഹിദ് അഫ്രിദി വിളിച്ച് പൊന്നാടി അണിയിച്ച് ആദരിച്ചൊരു സംഭവം കേരളത്തിന് ആകെ നാണക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഇന്ന് ഭയങ്കര വൈറലായിട്ട് നമ്മളെ കേരളം ആകെ ഉത്തരം പറയേണ്ട രീതിയിലേക്ക് വന്നിരിക്കുകയാണ്. ആ വിഷയത്തെപ്പറ്റി രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് രണ്ടുപേരോടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന രണ്ടുപേരാണെങ്കിൽ രണ്ടുപേരോടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി എൻ്റെ വിമർശനം അറിയിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഈ വീഡിയോ. ഇവിടെ പണ്ടുള്ള ആൾക്കാർ പറയാറുണ്ട്, അതായത് ബുദ്ധി ഉണ്ട് എന്ന് വെച്ചിട്ട് ഒരുത്തനും വിവരം ഉണ്ടാവണം നിർബന്ധമില്ല എന്ന്. അതിന് ഞാൻ അടുത്ത കാലത്താണ്ട് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇക്കൂട്ടർ. മനുഷ്യന്മാർക്ക് ചിലപ്പോൾ പഠിപ്പും വിവരവും ഇതും അക്കാഡമിക് ക്വാളിഫിക്കേഷൻസും ഒക്കെ ഉണ്ടാവും, പക്ഷേ എന്ന് വെച്ചിട്ട് വിവരം ഉണ്ടാവണം നിർബന്ധമില്ല. ഇവരുടെ കാര്യം സെയിം ആണ് ഈ ക്യൂബക്കാരുടെ കാര്യം. ഈ ഷാഹിദ് അഫ്രിദി എന്ന് പറയുന്ന മനുഷ്യൻ ഈ ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മുടെ സൈന്യത്തിനെ അവഹേളിച്ചുകൊണ്ട് നടത്തിയ പ്രസ്താവനകൾ, ഇന്ത്യ വിരുദ്ധമായിട്ടുള്ള പ്രസ്താവനകൾ, ഇതൊക്കെ കേട്ട ഒരു മനുഷ്യനെ എങ്ങനെയാണ് അയാളെ ഇരിക്കുന്ന ഒരു വേദിയിൽ, അയാളെ പിടിച്ചൊരു വേദിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുക? നമ്മുടെ ശത്രുപക്ഷത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മുടെ 26 ആൾക്കാരുടെ മരണത്തിന് ഉത്തരവാദിത്തമായ ഒരു രാജ്യത്തിനെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഒരു പ്രതിനിധിയാണ്. അയാളെയാണ് എന്തോ ഒരു വലിയ മഹത് വ്യക്തിയെ പോലെ അങ്ങനെ ആളും അമ്പാരിയും ചേർന്ന് വിളിച്ചു വരുത്തി വേദിയിലേക്ക് വിളിച്ച് ഉപഹാരം കൊടുത്ത് വിടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുന്നതിന് തുല്യമാണ്. നാട്ടിനാകെ ഒറ്റ കൊടുക്കുന്ന രീതിയിൽ ഇപ്പൊ പാകിസ്ഥാൻ മീഡിയ ആഘോഷിക്കുകയല്ലേ. ചോറുന്ന ബുദ്ധി ഉണ്ടെങ്കിൽ നമ്മളാകെ, നമ്മുടെ നാടാകെ, കേരളം ആകെ ഇന്ത്യക്ക് മുമ്പിൽ നാണിച്ചു നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് പോവുക. നമ്മളെല്ലാവരും, നിങ്ങളൊരു പ്രവൃത്തി കൊണ്ട് നമ്മളെല്ലാവരും ഉത്തരം പറയേണ്ട സാഹചര്യത്തിലേക്ക് പോവുക. നാണമില്ലാത്ത പണിയെടുത്ത് വെച്ച്. ഡിപ്ലോമാറ്റിക് ടെൻഷനൊക്കെ കഴിഞ്ഞോ? പാകിസ്ഥാനും എല്ലാം ഒത്തുതീർന്ന് ക്ഷയിക്കേണ്ടായോ? ഇല്ല, എൻ്റെ അറിവിലില്ല, നമ്മുടെ പ്രധാനമന്ത്രിയുടെ അറിവിലില്ല. നിങ്ങൾക്ക് ആ വിവരം കിട്ടിയോ? നിങ്ങൾ എക്സ്പ്ലനേഷനിലൊക്കെ കണ്ടു പറഞ്ഞോ? എവിടെയും തൊടാത്ത ഒരു എക്സ്പ്ലനേഷൻ ആരാ നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നേരം? ഇന്നലെ 2 ദിവസം കൊണ്ട് കുത്തിയിരുന്ന് ഉണ്ടാക്കിയാന്ന് തോന്നുന്നല്ലേ? ബാക്കിയുള്ളവരെ പൊട്ടം മാറാം, നമ്മളും ചോറന്നെ നിന്നേ. കുറേശ്ശെ നിങ്ങൾ ഒരു നിമിഷം കൊണ്ട് പൊട്ടിമുളച്ച് എഞ്ചിനീയറും ഒന്നും ആയവരല്ല. നിങ്ങൾ ഈ നാട്ടിൽ ജീവിക്കാനുള്ള, പഠിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഗവൺമെന്റ് ഉണ്ടാക്കി. നിങ്ങളിവിടെ ജീവിക്കാനുള്ള സാഹചര്യം നമ്മുടെ ഗവൺമെന്റ് ആക്കി. നിങ്ങൾക്കുള്ള സെക്യൂരിറ്റി, അങ്ങനെ ഒരു ആളുടെ ജനനം മുതൽ അദ്ദേഹം വിദ്യാഭ്യാസം വരെ നമ്മുടെ ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നുണ്ട് ഇതിനെല്ലാം വേണ്ടിയിട്ട്. ആ ഗവൺമെന്റിനോട്, ആ ജീവിച്ചു വളർന്ന നാടിനോട് എന്തെങ്കിലുമൊക്കെ ഒരു കൂറും ഒരു ഉത്തരവാദിത്വം പുലർത്തണ്ടേ മനുഷ്യന്മാരായി കഴിഞ്ഞാൽ? ഓക്കെ, നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് വേണ്ടുന്ന അവസരം ഈ നാട്ടിൽ ഉണ്ടായിട്ടില്ല, നിങ്ങൾ ജോലി തേടി നിങ്ങളുടെ വിദേശത്ത് പോയി. നമ്മളെല്ലാം അതുപോലെ ചെയ്യുന്നവരാ. പക്ഷെ എവിടെ പോയി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ നാട്, നമ്മുടെ നാട്ടുകാർ, നമ്മുടെ നാട്, നമ്മുടെ രാജ്യം എന്നുള്ള വികാരവും ഇല്ലേ എല്ലാ സമയത്തും? അത് വിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കളിക്ക് നിൽക്കുവോ? ആ രാജ്യം, നമ്മുടെ രാജ്യസ്നേഹമല്ലേ നമുക്ക് ഏറ്റവും വലുത്. എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങളെ ചിന്താഗതി ഏത് രീതിയിലേക്കാണ്. ഇതിലൊക്കെ എങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നിയത്? ആരുടെ ബുദ്ധിയാണ് നിങ്ങൾ? ഏതാളുടെ ബുദ്ധിയായാലും നിങ്ങളെ എല്ലാവരും ഒരുപോലെ കൂട്ടായി എടുത്ത തീരുമാനമാണെന്നൊന്നും പറയില്ല. ഏതെങ്കിലും ഒരുത്തന്റെ കാഞ്ഞ ബുദ്ധിയിൽ ഉദിച്ചതായിരിക്കും ചിലപ്പോൾ ഇത്. പക്ഷെ അതിന് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരുമാണ്. എനിക്ക് വളരെ സഹതാപമുണ്ട് നിങ്ങളെ ആലോചിച്ചിട്ട് കേട്ടോ. എന്നാൽ ഇങ്ങനെ ചിന്തിക്കാൻ നിങ്ങളെപ്പോലെ ബിടെക് ഒന്നും ഇല്ലാത്ത 10ാം ക്ലാസ് വരെ പോകുന്ന ഒരു മനുഷ്യൻ പോലും ഇങ്ങനെ ചിന്തിക്കില്ല. തുടർന്ന് നിങ്ങൾ ആ തെറ്റ്, നിങ്ങളൊരു എക്സ്പ്ലനേഷൻ വെച്ചില്ലേ? എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടോ അതിനകത്ത്? നിങ്ങളുടെ മനസ്സ് തട്ടിയിട്ടുള്ള, നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് മനസ്സ് തട്ടിയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണോ അത് എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? സ്റ്റിൽ ഒരു ഫേക്ക് അല്ലേ അത്? നിങ്ങളെ ചെയ്യാൻ പാടില്ലാത്തൊരു തെറ്റാണ് നിങ്ങൾ ചെയ്തത് നാട്ടിനകത്ത്. നിങ്ങളെ ഇത്രയും ആക്കി നിങ്ങളെ വിദേശത്ത് അയച്ചത് ഇന്ത്യ എന്ന രാജ്യത്തോട് ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നിങ്ങൾ ചെയ്തത്. അതിൽ ഈ നാട് നിങ്ങൾക്ക് മാപ്പ് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഈ ക്യാമ്പസ് രാഷ്ട്രീയം പാടില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസം പാടില്ല, കുട്ടികൾക്ക് രാഷ്ട്രീയം പാടില്ല എന്നൊക്കെ പറയുന്ന കോടതികളോടും നേതാക്കന്മാരോടൊക്കെ അതിനൊക്കെയുള്ള ഏറ്റവും ദൂഷ്യ ഫലമാണ് ഇതുപോലത്തെ നമ്മുടെ നാട്ടിനെ അറിയാത്ത, രാഷ്ട്രീയം അറിയാത്ത കുറെ ആൾക്കാർ
ഉണ്ടായി വരുന്നു എന്നുള്ളതിന് ഏറ്റവും പേടിപ്പെടുത്തുന്ന ഒരു ഉദാഹരണമാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. കണ്ടോ, നമ്മുടെ നാട്ടിനകത്തും വിദ്യാർത്ഥികളുടെ രാഷ്ട്രീയവും ഒക്കെ വേണം, എങ്കിലേ നമ്മുടെ നാട്ടിനകത്ത് എന്താണ് രാഷ്ട്രീയം, എന്താണ് നമുക്ക് നാട്ടിനകത്ത് ചുറ്റും സംഭവിക്കുന്നത്, ഏതൊക്കെ നിലപാടുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പം സ്വയം ഒരു മനുഷ്യനായി രൂപപ്പെടുത്തണമെങ്കിൽ രാഷ്ട്രീയമൊക്കെ മനുഷ്യന് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒന്നിനും കൊള്ളാത്ത വിവരമില്ലാത്ത കുറേ ആൾക്കാരുണ്ടായി വരും നമ്മുടെ സമൂഹത്തിനകത്ത്. ചിന്തിക്കേണ്ടുന്ന കാര്യമാണ് ചിന്തിക്കേണ്ടുന്നവർ. കഷ്ടം.